നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മോഹൻലാൽ ഇന്ന് വോട്ട് ചെയ്യുവാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് എത്തി. തിരുവനന്തപുരത്ത് എത്തുന്നതിനിടയിൽ രണ്ടുപേർ മോഹൻലാലിൻ്റെ അടുത്തേക്ക് ഓടിക്കൂടി. രണ്ട് പ്രധാനപ്പെട്ട ആൾക്കാർ, ഒന്ന് ശിവൻകുട്ടിയും മറ്റൊന്ന് KS ശബരിനാഥും. വളരെ സന്തോഷകരമായ കാര്യം. കാരണം ജനപ്രതിനിധികളാകാൻ വേണ്ടിയിട്ട് മത്സരിക്കുന്ന രണ്ടുപേർ ഒരു സൂപ്പർ നടനെ അടുത്ത് കണ്ടാൽ ചിലപ്പോൾ അടുത്തേക്ക് പോകും. അത് നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇവരാരൊക്കെയാണ്, എന്തൊക്കെയാണ് ഇവർ ലാലേട്ടനോട് മോഹൻലാലിനോട് ചെയ്തത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും, ഇവരുടെ അനുഭാവികൾ, ഇവരുടെ പാർട്ടിക്കാർ, അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു എതിര് പറയുവാൻ വേണ്ടിയിട്ട് ഇവർ തയ്യാറായിരുന്നു. ഒന്നുമില്ല. മോഹൻലാലിനെ ജാതി പറഞ്ഞു, അതായത് മോഹൻലാൽ ജാതിവാദിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭാഗത്തുകൂടെ അധിക്ഷേപിക്കൽ. അതായത് മോഹൻലാൽ മമ്മൂട്ടിയാണെന്നുണ്ടെങ്കിൽ എല്ലാ വേഷവും ചെയ്യും. മോഹൻലാൽ ഏതൊക്കെ വേഷമായിരിക്കും ചെയ്യുക? നായർ, മേനോൻ, വർമ്മ, ലോ ക്ലാസ് ഒന്നും ചെയ്യില്ല. ഇങ്ങനെ മോഹൻലാൽ ഒരു കടുത്ത വർഗീയവാദിയും ജാതിവാദിയുമാണെന്ന് ബ്രാൻഡ് ചെയ്തത് ആരാണ്? ഇനി മാമാണിക്കുന്ന് മഹാദേവി ക്ഷേത്രത്തിൽ മോഹൻലാൽ പോയി എന്നൊരൊറ്റ കാരണം കൊണ്ട് അദ്ദേഹത്തിൻ്റെതായ ആചാരങ്ങൾ നടപ്പിലാക്കുവാനുള്ള അധികാരാവകാശങ്ങളില്ലേ, അദ്ദേഹം പോയി എന്നൊരൊറ്റ കാരണം കൊണ്ട് മോഹൻലാൽ നേരിട്ട ഒരു സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പോലും കഴിയില്ല. കാരണം മലയാളത്തിന് ഇത്രയധികം സംഭാവനകൾ ചെയ്ത ഒരു നടനാണ്. ആ നടനെതിരെയാണ് ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള അറ്റാക്ക് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. ആ സമയങ്ങളിലൊന്നും ഈ പറയുന്ന ശിവൻകുട്ടിയോ ഒരു സാംസ്കാരിക ആചാര്യന്മാർക്കും സാംസ്കാരിക നേതാക്കന്മാർക്കും പൊള്ളിയില്ല. കാരണം ലാലേട്ടനല്ലേ കിട്ടുന്നത്. അദ്ദേഹത്തിൻ്റെ വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ പേരിൽ അദ്ദേഹത്തിന് എന്തെല്ലാം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ പേരിൽ അദ്ദേഹത്തിന് എന്തെല്ലാം പറഞ്ഞു. അദ്ദേഹത്തിന് ചാരിറ്റി നടത്തുവാനുള്ള അവകാശമില്ലേ? അദ്ദേഹത്തിന് ഇല്ലെങ്കിൽ ഇഷ്ടമുള്ള പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുവാനുള്ള അവകാശമില്ലേ? ഇവരിൽ ആരൊക്കെയാണ് പല തരത്തിലുള്ള പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നത്? ഇവിടെ മുസ്ലിം ലീഗിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരില്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരില്ലേ? ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും CPM-ഉം SDPI-യും ഒക്കെ സഹവർത്തിത്വത്തിലാണല്ലോ. ഇനി SDPI-യുടെ ഒരു ഭാഗം, ഒരു ഫ്രാക്ഷൻ കോൺഗ്രസിനൊപ്പമാണല്ലോ. ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസിനൊപ്പമാണല്ലോ. ഇതിലൊന്നും ആർക്കും പ്രശ്നമില്ല. ഇതൊന്നും മതേതരവാദത്തിന് തടസ്സമല്ലേ? ഇവർ ഉയർത്തിപ്പിടിക്കുന്ന കാര്യത്തിന് ദേശീയവാദം മാത്രമാണോ വർഗീയവാദമായിട്ട് ഇവർ കാണുന്നതും കണക്കാക്കുന്നതും? ഇതിൻ്റെ പേരിൽ, ഈ ഒരൊറ്റ കാര്യത്തിൻ്റെ പേരിൽ മോഹൻലാലിനെ എന്തെല്ലാം പഴികളാണ് ഇവർ പറഞ്ഞത്. എന്നിട്ടും അദ്ദേഹത്തിനോട് ഈ രീതിയിൽ അദ്ദേഹത്തിനോടൊരു അദ്ദേഹത്തിന് ഫോട്ടോ പോസ്റ്റ് ചെയ്ത് വീണ്ടും സോഷ്യൽ മീഡിയയിൽ ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് നാണം തോന്നുന്നില്ലേ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ രീതിയിൽ മലയാളത്തിലെ ഈ മഹാനടനെ അധിക്ഷേപിച്ചതിന് ശേഷം പോലും ഇങ്ങനെയാണ് ഇവർ ചെയ്യുന്നത്. എന്തായാലും കുഴപ്പമില്ല. ഇനി അവർ പശ്ചാത്താപത്തിൻ്റെയൊക്കെ പരമീതിയിലെത്തിയതിന് ശേഷമാണ് മോഹൻലാലിനോട് അടുത്ത് നിന്ന് ഒരു ഫോട്ടോയൊക്കെ എടുത്തതെങ്കിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ രീതിയിൽ വീണ്ടും അവർ ആക്രമിക്കുവാൻ വേണ്ടിയിട്ടാണ് നിരന്തരമെന്നോണം ജാതി പറഞ്ഞും അല്ലാതെയുമൊക്കെ. മമ്മൂട്ടിയുടേതായ വിശ്വാസങ്ങൾ പ്രകടിപ്പിക്കുവാനും ആ വിശ്വാസങ്ങളെ ഫോളോ ചെയ്യാനുള്ള അവകാശമുണ്ട്. അതുപോലെ തന്നെ മോഹൻലാലിനുമുണ്ട്. എന്നിട്ടും ഇവർ ഇത് മനസ്സിലാക്കാതെ പോയി. എന്തായാലും ഈ വോട്ട് അദ്ദേഹം ആർക്ക് കൊടുക്കും എന്നറിയില്ല. പക്ഷേ ധർമ്മത്തിൻ്റെ പക്ഷത്താണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം കൊടുക്കാൻ സാധ്യതയുള്ളത് ഒരേ ഒരു പക്ഷത്തായിരിക്കും. പക്ഷം ഏതാണെന്ന് പറയുന്നില്ല, അത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇനി മറ്റൊന്നുകൂടി പറയാനുള്ളത്, മുമ്പ് രസികൻ എന്ന സിനിമയിൽ ദിലീപ് പറഞ്ഞൊരു കാര്യമാണ്. കഴിഞ്ഞ 25 വർഷങ്ങളായി അണ്ണൻ ഇവിടെ ഉണ്ട്, അടുത്തൊരു 25 വർഷവും അണ്ണൻ ഇവിടെ ഉണ്ടാകും. പക്ഷേ ഈ 25 അല്ല, ഇപ്പോൾ ഒരു 45-46 വർഷം കഴിഞ്ഞു. ഈ 46 വർഷവും അണ്ണൻ ഇവിടെയുണ്ട്. അടുത്ത 10-25 വർഷം കൂടി എന്തായാലും അണ്ണൻ ഇവിടെ ഉണ്ടാകും എന്ന് ഉറപ്പാണ്. ആര് എന്തൊക്കെ എവിടെ നിന്നൊക്കെ പറഞ്ഞാലും, ഏത് ജാതീയവാദി എന്ന് പറഞ്ഞാലും തീർത്തും മോഹൻലാൽ ഇവിടെ തന്നെ ഉണ്ടാകും. ഈ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളിൽ മുൻപന്തിയിൽ നിൽക്കുന്നവരിൽ ഒരാൾ ഷോൺ ജോർജ് തന്നെയായിരിക്കും. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിൻ്റെ ക്ലാരിറ്റി തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളിലെ ക്ലാരിറ്റി. ഏതു കാര്യത്തിന് ലക്ഷ്യം വെച്ച് അദ്ദേഹം മുന്നോട്ട് പോയാലും ആ കാര്യം വളരെ കൃത്യമായി തന്നെ നടപ്പിലാക്കുവാൻ ഷോൺ ജോർജിന് കഴിയുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. അത് മുനമ്പം വിഷയത്തിലായാലും ശരി, അത് പള്ളുരുത്തി വിഷയത്തിലായാലും ശരി, ഏത് വിഷയത്തിലായാലും അദ്ദേഹം എടുക്കുന്ന നിലപാട് വളരെ കൃത്യമായിരിക്കും, ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും എന്നുള്ളതാണ്. അതായത് ഇവിടെയൊക്കെ മനുഷ്യർ ബുദ്ധിമുട്ടിയിട്ടുണ്ടോ, അവരുടെ വിശ്വാസത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ അവരുടെ ഉപജീവനത്തിൻ്റെ പേരിലോ
അല്ലെങ്കിൽ അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ സഞ്ചാരം നടത്തുന്നതിനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുടെ പേരിലോ ഒക്കെ അവർ എവിടെയൊക്കെ അവർ ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ പാലയുമായിട്ട് ബന്ധമുള്ളതോ അല്ലാത്തതുമായ ആരായാലും അദ്ദേഹത്തെ സമീപിച്ചാൽ അതിനൊരു കൃത്യമായ സൊല്യൂഷൻ തന്നെ ഉണ്ടായിരിക്കും. ആ കാര്യമാണ് പള്ളുരുത്തിയുടെ കാര്യത്തിൽ സംഭവിച്ചത്. അതായത് എന്തായിരുന്നു പള്ളുരുത്തി വിഷയം? ഹിജാബ് വിഷയത്തിൽ പള്ളി എടുത്ത സ്റ്റാൻഡ്, അതായത് അവിടെ വരുന്ന കുട്ടികൾ അവരുടെ മുഖം അധ്യാപകന് മുന്നിൽ കാണിക്കണം, മുഖം അധ്യാപകന് കാണണം. അവരുടെ മാനസികാവസ്ഥയെക്കുറിച്ച് തിരിച്ചറിയുവാനായിട്ട് ഏതൊരു വിദ്യാർത്ഥിയുടെയും എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് അറിയുവാൻ വേണ്ടിയിട്ട് അവരുടെ മുഖമെങ്കിലും മിനിമം കാണണ്ടേ? ആ ഒരു കാര്യത്തിൽ കുട്ടികളുടെ കൂടി ഭാവിയെ മുൻനിർത്തിക്കൊണ്ട് തികച്ചും കുട്ടികൾക്കൊപ്പമാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം, അദ്ദേഹം നിന്നത്. അല്ലാതെ സ്റ്റേജിൽ കയറി എന്തെങ്കിലും മാർക്ക് നേടിയെടുത്തതിന്, നല്ലൊരു മാർക്ക് ലഭിച്ചതിൻ്റെ പേരിൽ സ്റ്റേജിൽ ഒരു വിദ്യാർത്ഥിയെ വിളിച്ച് അതിന് ഒരു അനുമോദനം കൊടുക്കുമ്പോൾ, ഒരു പെൺകുട്ടിയാണ് എങ്കിൽ അതിന് അനുമോദനം കൊടുക്കുമ്പോൾ അത് പാടില്ല എന്ന് പറയുന്ന കാടൻ നയമല്ല അദ്ദേഹം സ്വീകരിച്ചത്. മറിച്ച് ആ വിദ്യാർത്ഥിയും അധ്യാപകനും തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെ ഘടകങ്ങളാണ് വേണ്ടത്, അതിനെക്കുറിച്ചായിരുന്നു ഷോൺ ജോർജ് ചിന്തിച്ചത്. ഇനി മറ്റൊരു കാര്യം, അദ്ദേഹം പലപ്പോഴും വിദേശത്തുള്ള മലയാളികളുടെ കാര്യത്തിൽ വളരെ സജീവമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കുവാൻ പറ്റുന്ന എല്ലാ കാര്യവും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ധാരാളം വിദേശത്തുള്ള NRIകൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്യുവാൻ വേണ്ടിയിട്ട് കേരളത്തിൽ എത്തിയത്. ഒരുപാട് ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യത്തിലെല്ലാം അദ്ദേഹം അവർക്ക് വളരെ കൃത്യമായിട്ടുള്ള പ്രശ്ന പരിഹാരങ്ങൾ നടത്തി കൊടുത്തിട്ടുണ്ട്. എവിടെ ഇടപെട്ടാലും ആരോടൊപ്പം സംസാരിച്ചിട്ടാണെങ്കിലും ഇങ്ങനെ ഓരോ വിഷയത്തിൽ, ഇനി മുനമ്പം വിഷയത്തിൻ്റെ കാര്യത്തിൽ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട്, ആ മുനമ്പം വിഷയത്തിൽ അദ്ദേഹം അത് ഇടപെട്ട് വളരെ കൃത്യമായൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഷോൺ ജോർജ് ഇടപെട്ട ഓരോ വിഷയത്തിലും, അതുകൊണ്ട് തന്നെയാണ് പാലയിൽ 100% കോൺഫിഡൻസോടുകൂടി അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയുന്നതും. BJPയിൽ നിന്ന് വിജയിച്ചു കയറുന്നവരിൽ ഒരാൾ ഷോൺ ജോർജ് ആയിരിക്കുമെന്നതിന് യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല. കാരണം ഇത്രയധികം ക്ലാരിറ്റിയുള്ള ഒരു നേതാവും ഒരു പക്ഷേ ഇടതുപക്ഷത്തിലോ UDFിലോ ഇല്ല എന്ന് തന്നെ നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും. വളരെ, അതായത് കേരളത്തിലെ തന്നെ മുൻനിരയിൽ നിൽക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട്, അതായത് ഓരോ മനുഷ്യർക്കും അവരുടെ ആവശ്യങ്ങൾ എങ്ങനെയൊക്കെ നിറവേറ്റണം, അത് കാർഷികപരമായിട്ടായാലും അവരുടെ വിശ്വാസപരമായിട്ടായാലും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഓരോ മനുഷ്യർക്കും അവർക്ക് എന്താണ് ആവശ്യമെന്ന് കണ്ടറിഞ്ഞ് പരിഹരിച്ചു കൊടുക്കുവാൻ കഴിവുള്ള ഒരു ജനപ്രതിനിധി തന്നെയായിരിക്കും ഷോൺ ജോർജ് എന്നതിൽ ഒരു സംശയവും ആർക്കുമില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.